അങ്ങനെയെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം തന്നെ വിമാന അപകടം എന്നായി ഇതിനെ മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്നവർക്ക് മാത്രമല്ല, ആ ജനവാസ മേഖല ഉണ്ടായിരുന്ന അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും ദുരന്തം സംഭവിച്ചു, അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണോ പുറത്തുവരുന്ന വിവരങ്ങൾ? ടേക്ക് ഓഫിനിടെ അപകടം ഉണ്ടാകുന്നു എന്നതാണ് ഈ വിമാനാപകടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഫ്ലൈറ്റ് റഡാറിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റൺവേയിലൂടെ പറന്ന അതിൻ്റെ റൂട്ടാണ് ഈ കാണിക്കുന്നത്. അതായത് ഫ്ലൈറ്റ് റഡാറിൽ ഏറ്റവും ഒടുവിലും ഈ ഫ്ലൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് റൺവേയിൽ നിന്നും ഈ ഭാഗം മാത്രമേ വിമാനം മൂവ് ചെയ്തിട്ടുള്ളൂ എന്നതാണ്. അതായത് വിമാനത്താവളത്തിൻ്റെ ആ പരിധിക്കപ്പുറത്തേക്ക് വിമാനം മാറിയിട്ടില്ല എന്നതാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫ്ലൈറ്റിൻ്റെ കൃത്യമായ അപകടം നടന്ന വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് 13:10 ഈ ഫ്ലൈറ്റ് പുറപ്പെടേണ്ടിയിരുന്ന സമയം. 13:17 ഫ്ലൈറ്റ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്, A171 എന്ന ഫ്ലൈറ്റ്. ബോയിങ് വിമാനമാണ്, ബോയിങ് കമ്പനിയുടെ വിമാനമാണ്. ലണ്ടനിലേക്കുള്ളതായിരുന്നു. ലണ്ടൻ ഗേറ്റ്വിക് എയർപോർട്ടിലേക്കായിരുന്നു ഇത് പറന്ന് എത്തേണ്ടിയിരുന്നത്. അതായത് 18:25 എത്തണം. 6:25 ലണ്ടനിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനമാണ്. കൃത്യം 13:17 അതായത് 1:17 ഇവിടെ നിന്നും പുറപ്പെട്ട ഫ്ലൈറ്റാണ്. ടെർമിനൽ 2-ൽ നിന്നും പുറപ്പെട്ട ഈ ഫ്ലൈറ്റാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഫ്ലൈറ്റ് റഡാറിൽ കൃത്യമായി തന്നെ ഇത് ഇവിടുന്നും ടേക്ക് ഓഫ് ചെയ്യപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഒരു വിവരം കൂടി പുറത്തു വരുന്നത്, ഈ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് 320 കിലോമീറ്റർ വേഗത ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് റൺവേയിൽ നിന്നും പറന്നുയർന്നതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 8000 മീറ്റർ ഉയരത്തിൽ ഫ്ലൈറ്റ് എത്തിയതിന് ശേഷമാണ് ഇത് അപകടത്തിൽപ്പെട്ടത് എന്നതാണ്. പക്ഷേ ഉയരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: എങ്ങനെ അപകടം സംഭവിച്ചു? എന്ത് തകരാറാണ്? എന്തുകൊണ്ട് ടേക്ക് ഓഫിന് മുമ്പ് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ജനവാസ മേഖലയിലേക്കാണ് പൂർണ്ണമായി മാറിയത്? ഒപ്പം ഈ അപകടമുണ്ടാക്കിയ ദുരന്തം, അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്? മരണം സംബന്ധിച്ച അല്ലെങ്കിൽ അത്തരം കാഷ്വാലിറ്റി സംബന്ധിച്ച വിശദാംശങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് എവിടെ നിന്നുള്ളവരാണ്? അതായത് അദ്ദേഹം മാത്രമല്ല, സ്വാഭാവികമായും നിരവധി പ്രമുഖർ അടക്കം ഒരുപക്ഷെ വിമാനത്തിലുണ്ടായിരിക്കാം. ടോം, അതൊരു തെറ്റായ വിവരം എന്ന സൂചനയുണ്ട്. വിജയ് രൂപാണി ആ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു എന്ന വിശദാംശങ്ങൾ തന്നെയാണ് നമുക്ക് വരുന്നത്. അദ്ദേഹം മറ്റൊരു ഫ്ലൈറ്റിലായിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഒരുപക്ഷെ അതിലൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടുന്ന കാര്യമാണ്. കാരണം ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അപകടത്തിൽപ്പെട്ടോ എന്നെ സംബന്ധിച്ചുള്ള റൂമറുകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അഹമ്മദാബാദിൽ നിന്നും പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ഏറെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ടോം, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ടി സജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജിത്ത്, വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആ സ്ഥലത്തേക്ക് പൂർണ്ണമായി, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഏത് പ്രദേശത്തുള്ളവരാണ്, ഏത് സംസ്ഥാനത്തുള്ളവരാണ്, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? യെസ് ടോം, എന്തായാലും ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണ്, എത്ര പേർ ഈ അപകട സമയത്തുണ്ടായിരുന്നു? 242 ക്രൂ മെമ്പർമാരടക്കം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക്. നമുക്ക് അഹമ്മദാബാദിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളടക്കം ലഭ്യമാവുന്നുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക്, ജനവാസ മേഖലയിലേക്ക് വിമാനം ഇടിച്ചിറങ്ങി എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ചില പ്രധാനപ്പെട്ട VIP-കൾ അടക്കം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ സൂററ്റിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടേക്ക് തിരിച്ചിരിക്കുകയാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അങ്ങനെ
സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായി അവിടേക്ക് വരികയാണ്. അഹമ്മദാബാദിലെ ആശുപത്രികളിലേക്കെല്ലാം വലിയ ജനത്തിരക്കുണ്ട്. വലിയ രീതിയിൽ അവിടെ സംവിധാനങ്ങൾ ഒരുക്കി നിരവധി ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ അവിടുത്തെ മലയാളികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും യെസ്, ഇതാ ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് ആ അപകടം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനാവുന്നത്. ടോം, അതായത് എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് ശേഷം പിന്നീട് അടുത്ത് തന്നെ നടന്ന ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അത് തകരുന്നത്, തീ മുകളിലേക്ക്, പൊടിപടലങ്ങളും തീയും മുകളിലേക്ക് ഉയരുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നുണ്ട്. ആരോ ഒരാൾ മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങളാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന, ലണ്ടൻ ലക്ഷ്യമായി പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീണു എന്നതാണ് ജനവാസ മേഖലയിലേക്ക്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് വ്യക്തത വരേണ്ടതുണ്ട്. കാരണം സാധാരണ നമുക്കറിയാം ഈ വിമാന സർവീസുകളിലും മറ്റും കൃത്യമായ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവുന്നതാണ്. ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് പോലും ആ പരിശോധനകൾ പൂർത്തിയായി ഒരുപക്ഷെ ഫ്ലൈറ്റ് വൈകലും അല്ലെങ്കിൽ അത്തരം ക്യാൻസൽ ചെയ്യുന്നു അടക്കമുള്ള നടപടികൾ സാധാരണ രീതിയിൽ ഉണ്ടാവുന്നതുമാണ്. പക്ഷേ ഈ ടേക്ക് ഓഫിന് ശേഷം തൊട്ട് പിന്നാലെ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന വലിയൊരു ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഇത് സംബന്ധിച്ച വ്യക്തത തീർച്ചയായും വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ തന്നെ ഈ അപകടം സംഭവിക്കുന്നു. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് തൊട്ട് പിന്നാലെ തന്നെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു. ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം അപകടം സംഭവിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വിമാനത്തിൻ്റെ ഒരു ചിറക് മരത്തിലിടിച്ചു, ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു തീഗോളമായി പിന്നീട് ആ വിമാനം മാറുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതായത് സജിത്ത്, അങ്ങനെയെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി പോലും ഒരുപക്ഷെ ഇതിനെ വിലയിരുത്തേണ്ടതല്ലേ? കാരണം 1996 ചക്രി ദർദിയിലുണ്ടായ വിമാനാപകടത്തിൽ വലിയ ദുരന്തം സംഭവിച്ചതാണ്. ഇവിടെ വിമാനം പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ആ വിമാനം പതിച്ചത്. അവിടെ നിന്നുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം, വലിയ ആൾനാശം സംഭവിച്ചിരിക്കാം. അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടോ? ഈ എയർ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അപകടത്തിന് കാരണം? ഏതെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ സജിത്ത്? അത്ര വിശദീകരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു അപകടമായി തന്നെ മാറുകയാണ്. ഒരുപക്ഷെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, ഫ്ലൈറ്റിൽ